ഇവിടെ ഞാൻ അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് ആദ്യമേ തന്നെ അബ്ദുള്ളയെ ഞാൻ അനുമോദിക്കുകയാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ സത്യത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിലെങ്കിലും ഇപ്പോൾ നിലവിൽ ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയാകുന്ന സമയത്ത് ആ വാർത്തകൾക്ക് അടിയിൽ വന്നുകൊണ്ട് കമന്റ് ഇടുന്ന മുസ്ലിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കേൾക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം ആ മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ പറയാം, മുസ്ലിങ്ങൾ ഇടുന്ന കമന്റുകൾ എന്താണ്, ഇത് ഇലക്ഷൻ പ്രമാണിച്ചുണ്ടാക്കിയ ഇൻസൈഡർ ആയിട്ടുള്ള അറ്റാക്ക് ആണ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ അബ്ദുള്ളയെ കേൾക്കണം എന്നാണ് ഞാൻ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു, ഞാനൊക്കെ എപ്പോഴും പറയുന്ന കാര്യവും അതിന്റെ പേരിൽ നമ്മൾ പഴി കേൾക്കുന്ന ഒരു സംഗതിയാണ്, ലോകത്തൊരു സ്വർഗം മുസ്ലിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്നാണ് ഞാനും പറയാറ്. അപ്പൊ ഉടനെ നമ്മളെ സംഖ്യയാക്കലാണ് ഇവിടുത്തെ ആളുകളുടെ പരിപാടി. ഇപ്പൊ അതെ അബ്ദുള്ള അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നു, ഇവിടുത്തെ സംവിധാനങ്ങളെ അത് കാത്ത് സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത അത് ഓരോ മുസ്ലിമിനുണ്ട്. ആ സംഗതി ആ മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് പകരം അവരെ കൊണ്ട് ഈ ചുടുചോറ് വാരിപ്പിക്കുന്ന ഈ ഒരു കനൽ വാരിപ്പിക്കുന്ന പണി ഇവിടുത്തെ തീവ്രവാദികൾ എടുക്കുമ്പോൾ അതിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നത് ആരാണ്? ആ വഴിമരുന്നിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ പല സംഘടനകൾക്കും പങ്കുണ്ട്.